പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ സഖാക്കൾ ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവായി. എന്നാൽ അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല, പാർട്ടി തുടർന്നും പ്രവർത്തിക്കും. അതിന്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണം സ്ഥാപിക്കുകയാണ് പാർട്ടി PBL സഖാവ് പ്രായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനർത്ഥം ഇളവനുവദിച്ച് ഞങ്ങൾ വീണ്ടും ഒരു ഘട്ടം കൂടെ തുടരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. സർവേ തുടർന്നു. അതിനുശേഷം ഇപ്പൊ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കും, പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്ക് വരും. പിന്നെ പാർട്ടി സംസ്ഥാന കേന്ദ്രത്തിൽ എപ്പോഴും ആർക്കും ഏത് വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പോയി അന്വേഷിക്കാൻ ഉണ്ടാവുന്ന സഖാവ് അത് സഖാവ് സാർപ്പിയാണ്. സെക്രട്ടേറിയറ്റ് മെമ്പർമാരൊക്കെ ഉണ്ട്. ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ താണ്ട സഖാവ് സജി ചെറിയാനാണ്, മന്ത്രിയുടെ പണിയുണ്ട്. അപ്പൊ പാർട്ടി കേന്ദ്രത്തിൽ സഹായിക്കുന്നതിന് പരിമിതിയുണ്ട്. അപ്പം പാർട്ടിയുടെ ഒരു പുതിയ അനുഭവമാണ്. ആരോഗ്യം വെച്ച് നോക്കിയാൽ സഖാവ് SRPക്ക് ഞങ്ങളെ പലക്കാലം ആരോഗ്യമാണ്. ഇപ്പൊ ചായ കൊണ്ടുവരുമ്പോ ചോദിച്ചു മധുരം ഇടാവോ? ഒരു പ്രശ്നമില്ല, ഡയബറ്റീസ് ഇല്ല, മധുരത്തോടുകൂടിയ ചായയാണ് കുടിക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ തീരുമാനമെടുത്തു പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ വിവിധ കമ്മിറ്റികളിൽ ഒഴിവുണ്ടാവണമെങ്കിൽ പ്രായത്തെ മാനദണ്ഡമാക്കി കുറെ സഖാക്കൾ ഒഴിഞ്ഞുകൊടുക്കണം. ആ ഒഴിഞ്ഞുകൊടുക്കുന്നവർ പാർട്ടി പ്രവർത്തനം തുടരാം. അതിന് ഉദാഹരണമാണ് സഖാവ് SRP. അപ്പൊ സഖാവ് SRP ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വന്നത് മുതൽ നൽകിയ സംഭാവനകൾ ഉത്തമനായ ഒരു മാതൃക എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്നൊരു ഉദാഹരണമാണ്. സഖാവ് VSന്റെ പേരിലുള്ള ഈ പുരസ്കാരം സഖാവ് SRPക്ക് നൽകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ, കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ, യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിലൊക്കെ സഖാവ് SRP നൽകിയ സംഭാവനകളെ, സഖാവ് SRPയുടെ സഹപ്രവർത്തകർ നൽകിയ സംഭാവനകളെ കൂടി ആദരിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടി കൂടി സഖാവ് SRPക്ക് ഈ പുരസ്കാരം ഇന്ന് നമ്മൾ ചേർന്ന് കൈമാറുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പാർട്ടിയെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ പോളിറ്റ് ബ്യൂറോയിലില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലില്ല, കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്, സംസ്ഥാന കമ്മിറ്റിയിൽ അതുകൊണ്ട് പങ്കെടുക്കുന്നു. പക്ഷേ സംസ്ഥാന പാർട്ടി കേന്ദ്രത്തിന് എന്തെല്ലാം കാര്യങ്ങളിൽ സഹായം ആവശ്യമുണ്ടോ, അഭിപ്രായം ആവശ്യമുണ്ടോ, ഉപദേശം ആവശ്യമുണ്ടോ, പാർട്ടി ക്ലാസ് സംഘടിപ്പിക്കപ്പെടുമ്പം ഏതെല്ലാം വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം SRP തയ്യാറാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിന്റെ ചരിത്രം EMS എഴുതിയിട്ടുണ്ട്, മറ്റു പലരും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു സംഘം കൂട്ടായി ചർച്ച ചെയ്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം രേഖപ്പെടുത്തണം എന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് SRPയാണ്.